കരബാവോ കപ്പിൻ്റെ സെമി ഫൈനൽ ഫിക്ചർ ആൻഡ് ഡേറ്റ് എത്തിയിട്ടുണ്ട്. തീ പിടിക്കാൻ പോകുന്ന മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. ചെൽസി വിസിസ് ആഴ്സണൽ, മാഞ്ചസ്റ്റർ സിറ്റി വിസിസ് ന്യൂകാസിൽ. തീ പിടിച്ച മത്സരങ്ങൾ. നിലവിലെ ചാമ്പ്യന്മാരായ ന്യൂകാസിൽ സിറ്റിയെ നേരിടും. ഒരു കാലത്ത് സിറ്റിയുടെ കുത്തകയായിരുന്ന കരബാവോ കപ്പ് കുറേ നാളുകൾ കൊണ്ട് അവരിൽ നിന്ന് അകന്നു നിൽക്കും. ഇത്തവണ അത് ഷെൽഫിലെത്തിക്കാൻ തന്നെയാണ് സിറ്റിയും പെപ്പും. പക്ഷേ എതിരാളികൾ നിസാരക്കാരല്ല. കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിപ്പോൾ ന്യൂകാസിലായിരുന്നു വിജയം. കണ്ടറിയണം എന്താണ് നടക്കാൻ പോകുന്നതെന്നും. ആദ്യപാദ മത്സരം ജനുവരി 13 ന്യൂകാസിൻ്റെ ഹോമിലും രണ്ടാം പാദ മത്സരം സിറ്റിയുടെ ഹോമിൽ എത്തിഹാദിൽ ഫെബ്രുവരി 4 നടക്കും. എന്ത് നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും കണ്ടറിയണം. അടുത്ത മത്സരത്തിലേക്ക് വന്നാൽ ചെൽസി വിസിസ് ആഴ്സണൽ. ചെൽസി ആകട്ടെ കാർഡിഫ് സിറ്റിയെ 3-1 3-1 ആധികാരിക വിജയവുമായി എത്തിയപ്പോൾ ആഴ്സണലാകട്ടെ ശക്തരായ ക്രിസ്റ്റൽ പാലസിനെതിരെ സമനിലയും പിന്നെ പെനാൽറ്റികളിലൂടെയും വിജയം കണ്ടെത്തി തട്ടിയും മുട്ടിയും സെമി ഫൈനലിലെത്തി. പക്ഷേ ഇത് ആഴ്സണലാണ്. എപ്പോഴും അവർ സ്ട്രോങ് ആണ്. അവരെ എഴുതിത്തള്ളാൻ പറ്റില്ല. തീ മത്സരം തന്നെ പ്രതീക്ഷിക്കുന്നു. ആദ്യ മത്സരം സ്റ്റാംഫോർഡ് പിച്ചിൽ ജനുവരി 14 രണ്ടാം പാദ മത്സരം ഫെബ്രുവരി 3 എമിറേറ്റ്സിലും നടക്കും. ക്വാർട്ടർ ഫൈനൽ നോക്കിയാൽ ന്യൂകാസിൽ 2-0 ഫുൾഹാമിനെയും സിറ്റി ബ്രെൻഫോർഡിനെ 2-0 തോൽപ്പിച്ചു. ചെൽസി കാർഡിഫ് സിറ്റിയെ 3-1 തോൽപ്പിച്ചു. ആഴ്സണലാകട്ടെ പെനാൽറ്റിയിലൂടെയും ശക്തരായ ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചാണ് എത്തിയിരിക്കുന്നത്. ഇത്തവണ എന്ത് നടക്കുമെന്നും എങ്ങനെ നടക്കുമെന്നും എല്ലാം നമുക്ക് കണ്ടറിയാം. ഇത്തവണ പെപ്പിൻ്റെ സിറ്റി തോക്കുമോ? ന്യൂകാസിൽ കപ്പ് നിലനിർത്തുമോ? അതോ ക്ലബ് ചാമ്പ്യന്മാരായ ചെൽസി തോക്കുമോ? അതോ സീസൺ മുഴുവൻ നല്ലപോലെ കളിച്ചിട്ടും കപ്പ് മാത്രം അകന്നു നിന്ന നമ്മുടെ ആർട്ടിറ്റയും ആഴ്സണലും ഇത്തവണ ആ ചരിത്രം തിരുത്തി കുറിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ കരബാവോ കപ്പ് സെമി ഫൈനൽ. ശക്തരായ ടീമുകൾ ശക്തമായ മത്സരം പ്രതീക്ഷിക്കുന്നു. കൂടുതൽ പറഞ്ഞ് കുളമാക്കുന്നില്ല. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾ, ക്രിക്കറ്റ്, സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ നന്ദി, നമസ്കാരം.